ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുലർച്ചെ 2 മണിയാണ് സമയം കേട്ടോ. എങ്ങോട്ടാണ് ഞാൻ ഈ പോകുന്നതെന്നല്ലേ പറഞ്ഞുതരാം. നമ്മളെ നെയ്ക്കുട്ടിയുടെ ബർത്ത്ഡേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വലിയ ആഡംബരമായിട്ടൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അവളുടെ 2ാമത്തെ പിറന്നാൾ എന്തായാലും ഒരു ട്രിപ്പിലൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു എൻ്റെയും ഷാനയുടെയും പ്ലാൻ. സോ അതുപോലെ നമ്മൾ ട്രിപ്പെല്ലാം പ്ലാൻ ചെയ്ത് ലഗേജൊക്കെ എടുത്ത് സെറ്റായി നമ്മൾ ഇറങ്ങി. സോ നമ്മൾ EasyJet ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. ഇതിപ്പോൾ ഒരു വ്ളോഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതിലും കാണിക്കുന്നതിലും ഒക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. സോ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടായിരിക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇതിനെക്കുറിച്ച് ഇപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നോ വറീസ്, മെസ്സേജ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. സോ ഗൈസ്, നമ്മളിപ്പോൾ നോർത്ത് ആഫ്രിക്കയിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയിലാണ് കേട്ടോ, അതായത് മൊറോക്കോയിൽ. ഞങ്ങൾ ഏകദേശം 10:30 തൊട്ട് ഇവിടെ ലാൻഡ് ചെയ്തു. നേരെ നമ്മൾ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മാർക്കറ്റിലേക്കാണ് വന്നത് കേട്ടോ. ഇവിടേക്ക് വന്നപ്പോൾ ആദ്യം തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മാർക്കറ്റിൻ്റെ നിറങ്ങളും തിരക്കുമാണ് കേട്ടോ. ഓരോ കടയിലും വ്യത്യസ്തമായിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ്സ്, കളർഫുൾ ലാംപ്സ്, ബാഗ്സ്, കാർപ്പറ്റ്സ്, സ്പൈസസ് എന്നിവയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ മാർക്കറ്റ് മൊറോക്കോയുടെ സംസ്കാരവും പാരമ്പര്യവും അടുത്തറിയാനൊക്കെ പറ്റുന്ന ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ പല മനോഹരമായിട്ടുള്ള സാധനങ്ങളും അവർ കൈകൊണ്ട് സ്വന്തമായി തുന്നി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. കൂടാതെ ഇവിടെ കിട്ടുന്ന ഈ സ്പൈസസിൻ്റെയൊക്കെ സ്മെല്ലുണ്ടല്ലോ, ആ ഒരു മാർക്കറ്റ് ഫുൾ അങ്ങ് നിറഞ്ഞു കാണും നമുക്ക്. സൊവിനിയർ വാങ്ങാനൊക്കെ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു പെർഫെക്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ ഈ മൊറോക്കോ. മാത്രമല്ല, ഈ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഓരോ വഴിയിലും പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. ശരിക്കും മൊറോക്കോ വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായും ഇവിടെ ഒന്ന് വരണം കേട്ടോ. നമ്മളിതെല്ലാം കണ്ടു തീർന്ന് നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലെത്തി റെസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ലൊരു ഫെസിലിറ്റീസൊക്കെ ഉള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് കാമൻ ക്വയറ്റായിട്ടുള്ള ഏരിയ ആണ്. മാത്രമല്ല നീറ്റ് ആൻഡ് ക്ലീനും ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയർ എല്ലാം ഓക്കെ ആയിരുന്നു. ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സിറ്റിക്ക് അകത്ത് തന്നെയാണ് ഈ റിസോർട്ടും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങോട്ട് പോകണമെങ്കിലും കൂടി വന്നാൽ 20-25 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ എത്തും. സോ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള 10 മിനിറ്റേ ഉള്ളൂ അവിടുത്തെ ഒരു അടിപൊളി മാളാണ് മിനാര മാള്. ആ ഒരു മാളെന്ന് വെച്ചാൽ എല്ലാം A to Z വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ മാളിൽ കിട്ടും കേട്ടോ. സോ നമ്മളവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ നമ്മൾ അവിടെയുള്ള നല്ലൊരു റെസ്റ്റോറൻ്റാണ്. അടിപൊളി റെസ്റ്റോറൻ്റായിരുന്നു. ഫുഡും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. നമ്മളവിടെ ചെന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്താണ് സൈഡിൽ അവിടെ ഒരു വാട്ടർ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. സോ അപ്പോൾ അതെല്ലാം കണ്ട് ഭക്ഷണമൊക്കെ നല്ല ഗംഭീരമായി ആസ്വദിച്ച് കഴിച്ചു. അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ടാജിനാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. അതിനുശേഷം നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് മിനാര മാൾ കേട്ടോ. മാളിന് തൊട്ട് പുറത്ത് തന്നെയാണ് ഈ സിറ്റി വരുന്നത്. അപ്പം നമ്മളത് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്ത് നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തി ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവർക്ക് എല്ലാവർക്കും ബായ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഓക്കെ, ബൈ.